23-ാമത്തെ അധ്യായത്തിൽ ഹൈഹയനും കാലകേനും തമ്മിലുള്ള യുദ്ധമാണ് വർണ്ണിക്കുന്നത്. യശോവതിയുടെ വാക്കുകൾ കേട്ടത് യശോവതി ആരായി യശോവതി പരാക്രമിയായ ഏകവീരന്റെ മുഖകമ്മലം പ്രസന്നമായി. നീ എന്റെ വൃത്താന്തങ്ങളൊക്കെ അന്വേഷിച്ചുവല്ലോ. ലക്ഷ്മീപുത്രനായ ഞാൻ ഹൈഹയ രാജാവാണ്. എന്റെ പേര് ഏകവീരൻ എന്നാണ്. ഏകവീരനും ഏകാവലിയും എന്താ മാച്ചിങ്. ഏകാവലിയെ പറ്റി പറഞ്ഞത് കേട്ടിട്ട് അനുരാഗ വിവശനായിരിക്കുകയാണ് ഞാൻ. ഏകാവലി എന്നെ മനസ്സാവരിച്ചു എന്ന് ദൈത്യനോട് പറഞ്ഞതറിഞ്ഞ് ഞാനും അവളെ മനസ്സാവരിച്ചു കഴിഞ്ഞു. അവളെ രക്ഷിക്കാൻ അവന്റെ മാളികയിലേക്ക് ഏതു വഴിക്കാണ് ഞാൻ പോകേണ്ടത്? നിന്റെ സഖിയുള്ള സ്ഥലത്തേക്ക് എന്നെ നീ കൊണ്ടുചെന്നാക്കണം. ആ ദുഷ്ടനെ വധിച്ച് നിന്റെ സഖിയെ ഞാൻ രക്ഷിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ അവളുടെ അച്ഛൻ്റെ അടുത്ത് എത്തിച്ച ശേഷം അദ്ദേഹം ഞങ്ങളുടെ വിവാഹം നടത്തി തരട്ടെ. അതല്ലേ അതിൻ്റെതായ ഒരു രീതി. അങ്ങനെ അവൻ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. പരതാരങ്ങളെ കട്ടുകൊണ്ടുപോകുന്ന അവനെ വധിച്ച് നിനക്കും നിന്റെ സഖിക്കും ഞാൻ സന്തോഷമുണ്ടാക്കി തരുന്നുണ്ട്. യശോവതി പറഞ്ഞു. കാലകേതു വമ്പൻ സൈന്യങ്ങളുള്ള ബലവാനാണ്. യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള ഒരുക്കത്തോടു കൂടി വേണം പുറപ്പെടാൻ. ഇങ്ങനെ ഒറ്റക്ക് പോയാലൊന്നും അവനോട് രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് മന്ത്രവും വാങ്ങി എന്നോടൊപ്പം വന്നാൽ ഞാൻ ആ ദൈത്യന്റെ ഗൃഹത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാഗ്യവശാൽ പറഞ്ഞാല് അതാണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറയാറില്ല. അതുപോലെ ദത്താത്രേയ മഹർഷി ആ വഴി വന്നു. ആ മഹാത്മാവ് ദിവ്യമായ ലോകീതിലകം എന്ന മന്ത്രം ഏകവീരനെ ഉപദേശിച്ചു. എല്ലാ സിദ്ധിയും സിദ്ധിച്ച ഹൈഹയ രാജകുമാരൻ യശോവതിയോടൊപ്പം മേഘാവലിയെ രക്ഷിക്കാൻ ദൈത്യന്റെ മാളിക ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അതാണ് നല്ലവർക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഒരു തടസ്സമില്ലാതെ നടക്കും എന്നുള്ളതിന്റെ ഇതാണ് ഇതൊക്കെ. ഹൈഹയ രാജാവിന്റെ പടപ്പുറപ്പാട് കേട്ട് ദൈത്യന്റെ സൈന്യങ്ങൾ ഭയപ്പെട്ട് കാലകേതുവിന്റെ അടുത്തെത്തി പറഞ്ഞു. രാജൻ, ഈ രാജകുമാരുടെ കൂടെ ഉണ്ടായിരുന്ന തോഴി ഒരു രാജകുമാരനെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. കാമദേവനെ പോലെ സുന്ദരനായ മഹാബലവാൻ ആരാണെന്ന് മനസ്സിലായില്ല ഞങ്ങൾക്ക് കേട്ടോ. ആരായാലും യുദ്ധത്തിന് തയ്യാറാവുകയാണ് നല്ലത്. സൈന്യങ്ങൾ 3 യോജന അടുത്ത് എത്തിയിട്ടുണ്ട്. ഒന്നുകിൽ ആ സുന്ദരിയെ ത്യജിച്ചാലും അല്ലെങ്കിൽ ഈ വരുന്ന രജപുത്രനുമായി യുദ്ധത്തിനൊരുങ്ങിയാലും വേഗം യുദ്ധത്തിനുള്ള കാഹളം മുഴക്കുക. രണ്ടിലൊന്ന് ഉടനെ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ദൂതന്മാരുടെ വാക്ക് കേട്ട് ദൈത്യൻ ഏകാവലിയോട് പറഞ്ഞു. നിന്റെ അച്ഛൻ സൈന്യങ്ങളെ കൂട്ടി നിന്നെ രക്ഷിക്കാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നിന്റെ അച്ഛനാണ് വരുന്നതെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യുകയില്ല. വീട്ടിലേക്ക് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് സൽക്കരിക്കും. മറ്റു വല്ലവരുമാണെങ്കിൽ ഞാൻ വധിക്കുകയും ചെയ്യും കേട്ടോ. നിന്റെ തോഴി പോയി ആരെയോ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടെന്ന് എന്റെ ദൂതന്മാർ പറഞ്ഞു. പിന്നീട് എന്നോട് ചോദിക്കാൻ വരണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊല്ലും. സമർത്ഥയായ അവൾ എവിടെയാണ്? എന്നോട് എതിരിടാൻ ശക്തിയുള്ള ആരും ഈ രാജ്യത്തിൽ ഇല്ല. അപ്പോഴേക്കും വേറെ ചില ദൂതന്മാർ ഓടിയെത്തി ദൈത്യനോട് പറഞ്ഞു. ഇതാ സൈന്യം അടുത്തെത്തി കഴിഞ്ഞു പ്രഭു, വേഗം യുദ്ധത്തിന് പുറപ്പെട്ടാലും എന്ന് പറഞ്ഞു. അപ്പൊ കാലകേതു കുതിരപ്പുറത്ത് കയറി ഒറ്റക്ക് വീട് വിട്ടിറങ്ങി. ഇത് കണ്ട് ഏകവീരനും അശ്വാരൂഢനായ യുദ്ധത്തിനിറങ്ങി. 2 പേരും കൂടി ഭയങ്കരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഇന്ദ്രനും വൃത്രനും തമ്മിലുള്ള യുദ്ധത്തിന് സമമായിരുന്നു അവരുടെ യുദ്ധം. ലക്ഷ്മീസുതന്റെ ഗദാ താടനമേറ്റ് കാലകേതു മരിച്ചു വീണു. അവനെ കൊന്നു. ഏതായാലും സൈന്യങ്ങൾ പേടിച്ച് നാലുപാടും ഓടിപ്പോയി. ആ സമയം യശോവതി വേഗം മേഘാവലിയുടെ സമീപം എത്തി പറഞ്ഞു. സഖി, കാലകേതു ഏകവീരൻ എന്ന രാജാവിനാൽ വധിക്കപ്പെട്ടു. ആ കുമാരൻ നിന്റെ സൗന്ദര്യത്തെ പറ്റി കേട്ട് നിന്നെ മോഹിച്ചിരിക്കുകയാണ്. വേഗം പുറത്തേക്ക് വരൂ. ഗംഗാതീരത്ത് വെച്ച് നിന്നെപ്പറ്റി ഞാൻ പറഞ്ഞത് കേട്ട് നിന്നെ കാണാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് രാജകുമാരൻ എന്ന് പറഞ്ഞു. കൗമാര സഹജമായ ലജ്ജയോടുകൂടി ഏകാവലി നമ്രമുഖിയായി. അവൾ മനസ്സിൽ ചിന്തിച്ചു. കുലകന്യകയായി ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുക? ഞാൻ കാമപരവശാണെന്ന് അദ്ദേഹം ശങ്കിച്ചെങ്കിലോ? അങ്ങനെയൊക്കെ ചിന്തിക്കാനുണ്ടല്ലോ. പ്രകാരമൊക്കെ ചിന്തിച്ച് വിഹ്വലയായും മുഷിഞ്ഞ വസ്ത്രത്തോടും കൂടി ഏകാവലി യശോവതിയോടുകൂടി പല്ലക്കിൽ കയറി ആ മാളികയുടെ ഗോപുരവാതിലിന്റെ പുറത്തെത്തി. അവൾ അടുത്തെത്തിയതറിഞ്ഞ് ഏകവീരനും അനുരാഗപരവശനായി നിന്നു. രണ്ടാളുടെയും മനോഗതമറിഞ്ഞ് യശോവതി പറഞ്ഞു. രാജൻ, ഇവളുടെ അച്ഛൻ അങ്ങേക്ക് തന്നിരിക്കുകയാണ്. എങ്കിലും കുറച്ചു കാലം കൂടി ശ്രമിച്ചാലും
ഇവളെ നമുക്ക് പിതൃസന്നിധിയിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ ഏകാവലി അങ്ങക്ക് വേളി കഴിച്ചു തരും. അതല്ലേ അതിൻ്റെതായ ഒരു ഭംഗി. യശോവതിയുടെ വാക്കുകൾ കേട്ട് ഏകവീരൻ സൈന്യങ്ങളോടുകൂടി ഏകാവലിയുടെ അച്ഛന്റെ സമീപത്തെത്തി. മകൾ വന്നതറിഞ്ഞ അച്ഛൻ മന്ത്രിമാരോടൊത്ത് പുറത്തു വന്നു. മലിന വസ്ത്രയായി നിൽക്കുന്ന മകളോട് നടന്ന വൃത്താന്തങ്ങളൊക്കെ രാജാവ് ചോദിച്ചു. നടന്ന സംഭവങ്ങളൊക്കെ യശോവതിയാണ് അറിയിച്ചത്. ഈ രാജകുമാരി പറയുന്നില്ല ഒന്നും. അദ്ദേഹം ഏകവീരനെ ഗൃഹത്തിലേക്ക് ആനയിച്ച് മകളെ ആർഭാടമായി വേളി കഴിച്ചു കൊടുത്തു. ധാരാളം വിവാഹ സമ്മാനങ്ങളോടുകൂടി രാജാവ് വധൂവരന്മാരെ ഭർതൃഗൃഹത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്തു. കൂടെ യശോവതിയെയും അയച്ചു. പ്രാണപ്രിയയായ ഒരു തോഴിയല്ലേ അത്. രാജാവ് ഏകാവലിയോടുകൂടി ഏകവീരൻ കൊട്ടാരത്തിൽ പ്രതാപത്തോടുകൂടി വാണു. അവർക്ക് കാർത്തവീരൻ എന്നൊരു പുത്രനും ജനിച്ചു. അങ്ങനെ കാലകേതുവധം എന്ന 23-ാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു നമ്മള്. 24-ാമത്തെ അധ്യായം അതിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൈഹയോത്പത്തി കഥനം അത്യത്ഭുതം തന്നെ. ദേവദേവേശനായ വിഷ്ണുവിനും അശ്വരൂപം എടുക്കേണ്ടി വന്നു എന്നത് കേട്ട് അതിശയം തോന്നുന്നു എനിക്ക്. അതിന്റെ കാരണം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് ഈ രാജാവ്. വേദവ്യാസ മഹർഷി പറയുന്നു, പണ്ട് ഞാൻ നാരദ മഹർഷിയോട് എൻ്റെ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞു തന്ന ഉത്തരങ്ങൾ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഞാൻ നാരദ മഹർഷിയോടാണ് ചോദിക്കാറ് എന്ന് പറഞ്ഞു. അത് അവിടുന്ന് കിട്ടിയത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. പണ്ട് 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 ബ്രഹ്മപുത്രനായ നാരദമുനി തന്റെ വീണയും എടുത്ത് ശ്രുതിമധുരമായി ഗാനം ആലപിച്ചുകൊണ്ട് സരസ്വതീ തീർത്ഥക്കരയുള്ള ശമ്യാപ്രാസത്തിലുള്ള ഋഷി സങ്കേതത്തിൽ എത്തിച്ചേർന്നു. അവിടെ കുറേ മഹർഷിമാരാന്നുള്ളത്. ദേവർഷി വന്നതറിഞ്ഞ് എല്ലാവരും വന്ന് പൂജിച്ച് നമസ്കരിച്ചു. അർഘ്യപാദ്യാദികൾ ചെയ്ത് ആസനസ്ഥനാക്കി. ആ മഹാശയന്റെ അടുത്തായി ഞാനും വരുന്നു. ഈ നാരദ മഹർഷിക്ക് ഒരു ഗുണമുണ്ട്. ഇവിടെ വേണമെങ്കിലും പോയിട്ട് അങ്ങ് കയറാം. ചോദ്യമോ ഒന്നും വേണ്ട. ഒരിക്കൽ അദ്ദേഹം വിശ്രമിച്ചിരിക്കുമ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം ഞാൻ നാരദ മഹർഷിയോട് ചോദിച്ചു. ലോകത്തിൽ ആർക്കും ശാശ്വതമായ സുഖം കിട്ടുന്നില്ലല്ലോ. എന്റെ അമ്മ എന്നെ ദ്വീപിൽ വെച്ച് പ്രസവിച്ച് എന്നെ തനിച്ചാക്കി പോവുകയും ചെയ്തു. അനേക വർഷം തപസ് ചെയ്തിട്ടാണ് എനിക്കൊരു പുത്രനെ ലഭിച്ചത്. അവനെ ഞാൻ വേദാംഗങ്ങളൊക്കെ പഠിപ്പിച്ചു. അവനും എന്നെ വിട്ട് ഏതോ ഒരു ലോകത്തേക്ക് തിരിച്ചുപോയി. മകൻ പോയ വിഷമത്തിൽ ഞാൻ മേരുപർവ്വതവാസം ഉപേക്ഷിച്ച് അമ്മയെ ഓർത്തുകൊണ്ട് കുരുജാങ്കലത്തിലെത്തി. പുത്രവിരഹം എന്നെ വളരെയധികം ബാധിച്ചു. ഞാൻ വല്ലാതെ ക്ഷീണിതനുമായി. ജീവിതം മിഥ്യയാണെന്ന് മനസ്സിലായിട്ടും ഞാൻ വീണ്ടും മായയുടെ വലയിൽ പെട്ടുപോയി. പുണ്യവതിയായ എൻ്റെ അമ്മ ശന്തനു രാജാവിന് വേലി കഴിച്ചതറിഞ്ഞ് ഞാൻ സരസ്വതീ തീർത്ഥത്തിനടുത്ത് ഒരു പർണശാല കെട്ടി അതിൽ താമസിച്ചു. ശന്തനു മഹാരാജാവിന്റെ മരണശേഷം അമ്മ 2 മക്കളെയും കൂട്ടി ഭീഷ്മരുടെ അടുത്തെത്തി. ഗംഗാസുതൻ ചിത്രാംഗതനെ രാജാവായി അഭിഷേകം ചെയ്തു. അദ്ദേഹം അകാലത്തിൽ മരണമടയുകയും ചെയ്തു. ആ മരണം അമ്മയെ വല്ലാതെ തളർത്തി എന്ന് പറയണു. ഭീഷ്മ രാജ്യഭോഗം ഉപേക്ഷിച്ച് വിചിത്രവീരനെ രാജാവാക്കി. ഭീഷ്മര് നൈഷ്ഠിക ബ്രഹ്മചാരിയല്ലേ, ഒന്നും വേണ്ടല്ലോ. ഭീഷ്മർ കാശിരാജാവിന്റെ മക്കളെ സ്വയംവര പന്തലിന് തേരിൽ കയറ്റി കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അംബികയും അംബാലികയും വിചിത്രവീരന്റെ ഭാര്യമാരായി. ഭോഗലാലസനായ വിചിത്രവീരൻ രാജക്ഷ്മാവ് വന്ന് കാലഗതി പ്രാപിച്ചു. ഭർത്താവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യമാർ സതീധർമ്മം അനുഷ്ഠിക്കാൻ ഒരുങ്ങി. ഭീഷ്മരും സത്യവതിയും അവരെ സാന്ത്വനോക്തികൾ കൊണ്ട് സമാശ്വസിപ്പിച്ച് ആ സാഹസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഗംഗാദത്തനുമായി ആലോചിച്ച് അമ്മ മക്കളുടെ ഊർധ്വദൈഹിക കർമ്മങ്ങൾ ചെയ്ത് എന്നെ സ്മരിച്ചു. സ്മരിച്ച മാത്രയിൽ തന്നെ ഞാൻ അമ്മയുടെ മനോഗത മനസ്സിലാക്കി. ഏത് സമയത്താണോ അമ്മ എന്നെ സ്മരിക്കുന്നത് അപ്പം ഞാൻ അമ്മയുടെ മുമ്പിൽ എത്തുന്നാണല്ലോ ആ പ്രസവിച്ച ഉടനെ കൊടുത്ത വാക്ക്. ഹസ്തിനാപുരിയിലെത്തി ഞാൻ. പുത്രശോകത്താൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമ്മയോട് എന്നെ എന്തിനാണ് സ്മരിച്ചത് എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അമ്മ എൻ്റെ പരദേവതയാണ്. എന്താണ് അമ്മയുടെ ആഗ്രഹം? എന്തായാലും ഞാനത് പരിഹരിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അമ്മയുടെ മറുപടി ഇതായിരുന്നു: ക്ഷയരോഗത്താൽ നിന്റെ സഹോദരൻ മരിച്ചു.
ശന്തനുവിന്റെ വംശം വേറിട്ട് പോകാതിരിക്കണം. ആ കാര്യത്തെപ്പറ്റി ഞാനും ഗംഗാദത്തനും കൂടി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. എന്താണ് ആ തീരുമാനം? വിചിത്രവീരന്റെ സുന്ദരിമാരായ പത്നിമാർ ഇവിടെ കഴിയുന്നുണ്ട്. നീ അവരോടുകൂടെ സംഗമിച്ച് അവരിൽ പുത്രോത്പാദനം നടത്തണം. ഉണ്ണി, അങ്ങനെ ഈ ഭാരതവംശം നിലനിർത്തുക. അങ്ങനെ നിലനിൽക്കട്ടെ ഈ ഭാരതവംശം. ഞാൻ അമ്മയോട് പറഞ്ഞു, പരസ്ത്രീഗമനം പാപമല്ലേ അമ്മേ? ധർമ്മജ്ഞനായ ഞാൻ അപ്രകാരം ചെയ്യുന്നത് ശരിയാണോ? സഹോദര ഭാര്യമാരെ മക്കളെ പോലെയല്ലേ കാണേണ്ടത്? അങ്ങനെ ചെയ്ത് വംശം നിലനിർത്തിയാൽ പിതൃക്കൾക്കും കൂടി ദോഷമാണ്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വംശം രക്ഷിക്കാൻ വേണ്ടി ഞാൻ സമ്മതം മൂളി. ധർമ്മം അറിയുന്ന ഗംഗാപുത്രനായ ഭീഷ്മരും അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ധർമ്മസങ്കടത്തിൽ പെട്ടുപോയി ഞാൻ. ഋതുസ്നാനം കഴിഞ്ഞ് അംബിക എന്റെ ശയ്യാഗൃഹത്തിൽ പ്രവേശിച്ചു. എന്റെ താമസവേഷം കണ്ട് കണ്ണടച്ച ആ പെൺകുട്ടിയെ ആദ്യ സംഗമത്തിൽ തന്നെ ശപിച്ചു. നിനക്കുണ്ടാകുന്ന മകൻ അന്ധനായി പോവട്ടെ. പോരെ, നല്ല പരിപാടിയാണ്. പിറ്റേ ദിവസം അമ്മ എന്നോട് ചോദിച്ചു, കാശിപുത്രിക്ക് ഗർഭമുണ്ടായോ എന്ന്. ഞാൻ പറഞ്ഞു, എന്റെ ശാപം കൊണ്ട് അന്ധനായ പുത്രനാണ് ഉണ്ടാവുക. അപ്രകാരം ശപിച്ചതിന് അമ്മ എന്നെ വളരെയധികം ശാസിച്ചു. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഉണ്ണി? നല്ല കാര്യത്തിനല്ലേ ഞാൻ എന്നെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞു അമ്മ. അങ്ങനെ മോഹാധീനനായ വ്യാസന്റെ കഥയാണ് പറയുന്നത്. ശാപം അറിഞ്ഞ് അമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. പുത്രാ, കാശി രാജാവിന്റെ പുത്രി അംബാലികയും ഇവിടെ തന്നെ ഉണ്ട്. ആ കുട്ടിയും സുന്ദരിയാണ്. അവളെ സംഗമിച്ച് ഒരു സൽപുത്രനെ ഉത്പാദിപ്പിക്കുക. ആദ്യത്തെ മകൻ അന്ധനായതുകൊണ്ട് രാജ്യം ഭരിക്കാൻ അനർഹനാണ്. പറ്റൂല, അന്ധനെങ്ങനെ രാജ്യം ഭരിക്കുന്നു? അതിനാൽ അംബാലികയിൽ പുത്രോത്പാദനം നടത്തുക എന്ന് പറഞ്ഞു. അമ്മയുടെ ആഗ്രഹമനുസരിച്ച് ഋതുസ്നാനം കഴിഞ്ഞു വരുന്ന അംബാലികയെ കാത്ത് ഞാൻ ശയ്യാഗൃഹത്തിലിരുന്നു. ശ്വശ്രുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ മുറിയിൽ വന്നു. എന്റെ താപസവേഷം കണ്ടവൾ പേടിച്ച് വിളറിയ ദേഹത്തോടു കൂടി മുറിയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ നിന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ച് എന്നെ കണ്ട് പേടിച്ച് വിളറിയ കാരണം നിനക്കുണ്ടാവുന്ന മകൻ പാണ്ഡുവായി തീരൂട്ടോ. നല്ല കാര്യായി. അവളുമായും സംഗമം ചെയ്ത് ഞാൻ അടുത്ത ദിവസം അമ്മയോട് അനുജ്ഞയും വാങ്ങി ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. എനിക്ക് അവരിലുണ്ടായ പുത്രന്മാരാണ് ധൃതരാഷ്ട്രരും പാണ്ഡവും. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വീണ്ടും സ്മരിച്ച് അമ്മയുടെ അടുത്തെത്തിച്ചു. അമ്മ എന്നോട് പറഞ്ഞു, മോനെ പുത്ര, നീ ഇവർ രണ്ടാളും രാജ്യം ഭരിക്കാൻ അർഹരല്ലാത്തത് കൊണ്ട് നീ ഒരു ഉത്തമ പുത്രനെ ഉത്പാദിപ്പിക്കണം എന്ന്. ഞാൻ സമ്മതിച്ചത് കണ്ട് അമ്മ വളരെ സന്തോഷിച്ചു. അമ്മ പോയി അംബികയോട് പറഞ്ഞു, വ്യാസനിൽ നിന്ന് രാജ്യം ഭരിക്കാൻ അർഹനായ ഒരു സൽപുത്രൻ സമ്പാദിക്കുക എന്ന് പറഞ്ഞു. അവൾ ഇത് കേട്ട് സുന്ദരിയായ ദാസി എന്റെ ശയ്യാഗൃഹത്തിലേക്ക് അയച്ചു. അവൾ എന്റെ അടുത്ത് വന്ന് പ്രേമപൂർവ്വം കടാക്ഷിച്ചു. അവളെ ഞാനും പ്രസന്നനായി. ഞാൻ അവളുമായി സംഗമിച്ചു. രൂപവാനും സദ്ഗുണ സമ്പന്നനും ധർമ്മിഷ്ഠനുമായ ഒരു പുത്രൻ ജനിക്കും എന്ന് ഞാൻ അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ദാസിയിലുണ്ടായ പുത്രനാണ് വിതുരൻ. ആ പുത്രന്മാരെ കണ്ട് ഞാൻ സുഖം പിരിഞ്ഞ ദുഃഖം പോലും മറന്നു. ജ്ഞാനികൾ പോലും ഈ മായയിൽപ്പെട്ടു പോകുന്നല്ലോ ഈശ്വര. പിന്നെ സാധാരണക്കാർ എങ്ങനെ മായയിൽപ്പെട്ട് വലയാതിരിക്കും? അമ്മയോടുള്ള സ്നേഹവും പുത്രന്മാരോടുള്ള മമതയും കൊണ്ട് ശാന്തി കിട്ടാതെ അലയുകയാണ് എന്റെ മനസ്സ്. ചിലപ്പോൾ തോന്നുന്നു, ഈ പുത്രന്മാർ ആരാണെന്ന്. വ്യഭിചാരത്തിലുണ്ടായ മക്കളല്ലേ? അവര് ശ്രാദ്ധം ചെയ്യാൻ അർഹരാണോ? ഈ മായയുടെ ശക്തി അത്ഭുതകരം തന്നെ. തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മോഹവലയത്തിൽ പെട്ടുപോയല്ലോ. ഭീഷ്മരുടെ സഹായത്തോടെ പാണ്ഡു രാജ്യം ഭരിച്ചു. ശൂരസേനന്റെ മകളായ കുന്തിയെയും മദ്രദേശത്തിലെ രാജാവിന്റെ മകളായ മാദ്രിയെയും വിവാഹം ചെയ്തു. രണ്ടെണ്ണത്തിന് കഴിച്ചു. ബ്രാഹ്മണ ശാപം കാരണം പാണ്ഡു ഭാര്യമാരോടുകൂടി വനത്തിൽ തന്നെ താമസമാക്കി. പറഞ്ഞല്ലോ, നീ സന്താനോത്പാദനത്തിന് വേണ്ടിയിട്ട് ഭാര്യമാരെ തൊടുന്നുണ്ടെങ്കിൽ എന്റെ ഗതികരൻ എനിക്കും വരുന്നൊരു മഹർഷി ശപിച്ചിട്ടുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിനെ. മകൻ കാട്ടിൽ പോയി എന്ന് കേട്ടിട്ട് ഞാൻ അവനെ അവിടെ പോയി കണ്ടു. ഹസ്തിനാപുരിയിൽ പോയി ധൃതരാഷ്ട്രനെയും കണ്ട് വീണ്ടും ആശ്രമത്തിൽ തിരിച്ചെത്തി. ക്ഷേത്രജന്മാരായി പാണ്ഡുവിന് 5 മക്കളുണ്ടായി. കുന്തിയുടെ പുത്രന്മാരാണ് ധർമ്മപുത്രനും ഭീമസേനനും അർജുനനും. മാദ്രിയുടെ പുത്രന്മാരാണ് നകുല സഹദേവന്മാർ.
ബ്രാഹ്മണ ശാപമുള്ള പാണ്ഡു ഒരിക്കൽ കാമപരവശനായി മാദ്രിയെ ആലിംഗനം ചെയ്യാൻ പുറപ്പെട്ടു. ഉടനെ തന്നെ പാണ്ഡു മരിച്ചു വീഴുകയും ചെയ്തു. പാണ്ഡുവിന്റെ ചിതയിൽ മാദ്രിയും തന്റെ ദേഹം ത്യജിച്ചു. ഞാനാണല്ലോ ഇതിന് കാരണം എന്നുള്ള ആ ഒരു മനപ്രയാസം കൊണ്ട് മാദ്രിയും മരിച്ചു. സങ്കടപ്പെട്ടു നിൽക്കുന്ന കുന്തിയെയും മഞ്ജുമക്കളെയും മുനിമാർ ഹസ്തിനപുരിയിലെത്തിച്ച് ഭീഷ്മരെയും വിതുരരെയും ഏൽപ്പിച്ചു. ഭീഷ്മരും വിതുരരും പാണ്ഡുപുത്രന്മാരെ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ദുര്യോധനാദികൾ അവരെ കിട്ടിയ സമയത്തൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അതറിഞ്ഞ് എന്റെ മനസ്സ് കഠിനമായ ദുഃഖത്തിലായി, വല്ലാത്ത വിഷമത്തിലായി ഞാൻ. അവരുടെ വിദ്യാഭ്യാസത്തിനായി ഭീഷ്മർ ദ്രോണാചാര്യനെ ഏൽപ്പിച്ചു. വിവാഹത്തിന് മുമ്പ് കുന്തിക്ക് ജനിച്ച പുത്രനെ കുന്തി ആരും അറിയാതെ ഒരു വെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി കളഞ്ഞു. മഹാകഷ്ടല്ലത്. ആ കുഞ്ഞിനെ അധിരഥൻ എന്ന സൂതൻ രക്ഷപ്പെടുത്തി സ്വന്തം മകനെ പോലെ വളർത്തി. ആ ബാലനാണ് കർണൻ. അവൻ ദുര്യോധന്റെ ഉറ്റ സ്നേഹിതനായി തീർന്നു. എല്ലാ കാലത്തും പാണ്ഡവരും ദുര്യോധനാദികളും തമ്മിൽ വൈരം, അല്ലാത്ത വൈരം പുലർത്തിപ്പോന്നു. അവരുടെ ശത്രുത മാറ്റാൻ പാണ്ഡവന്മാരെ വാരണാവതം എന്ന ദേശത്തേക്ക് അയച്ചു. അവരെ കൊല്ലാൻ വേണ്ടി ദുഷ്ടനായ ദുര്യോധനൻ എന്ത് ചെയ്തുവെന്നോ, തന്റെ മിത്രമായ പുരോചനനെ കൊണ്ട് ഒരു അരക്കില നിർമ്മിച്ചു. എന്റെ പൗത്രന്മാർ അരക്കിലത്തിൽ വെന്ത് മരിച്ചു എന്ന് കേട്ട് ഞാൻ വളരെ സങ്കടപ്പെട്ടു. ഞാൻ ആർത്തനായി കാട്ടിൽ അലഞ്ഞു നടന്നു. പിന്നീട് അവരെ ഏകചക്രയിൽ വെച്ച് കണ്ടുമുട്ടി. അവരെ ഞാൻ ദ്രുപദന്റെ രാജധാനിയിലേക്ക് അയച്ചു. അപ്പൊ എനിക്ക് കുറച്ച് സന്തോഷായി, ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട്. ദുഃഖാർത്ഥരായ അവർ ദ്രുപദന്റെ രാജധാനിയിലേക്ക് ബ്രാഹ്മണ വേഷത്തിൽ കയറി ചെന്നു. അർജുനൻ തന്റെ ശസ്ത്രപ്രയോഗം കൊണ്ട് പാഞ്ചാലി വേളി കഴിച്ചു. എന്നാൽ അമ്മയുടെ വാക്കിനെ മാനിച്ച് പാഞ്ചാലി പാണ്ഡവന്മാർ 5 പേരുടെയും പത്നിയാവേണ്ടി വന്നു. ധൃതരാഷ്ട്ര രാജാവ് ഖാണ്ഡവപ്രസ്ഥം പാണ്ഡവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ വെച്ച് യുധിഷ്ഠിരൻ രാജസൂയം നടത്തി. അത് കണ്ട് എനിക്ക് വളരെ സന്തോഷായി. മയൻ നിർമ്മിച്ച സഭാതലം കൊണ്ട് ദുര്യോധനാദികൾക്ക് ഈർഷ്യയും അസൂയയും തോന്നി. അവരെ ചൂത് കളിക്കാൻ വിളിച്ചു. കള്ളച്ചൂത് കളിച്ച് ശകുനി പാണ്ഡവരെ തോൽപ്പിച്ച് അവരുടെ നാടും ധനവും കൈക്കലാക്കി വനവാസത്തിന് അയച്ചു. പരമദുഷ്ടനാണ് ഈ ദുര്യോധനൻ. എന്റെ പേരക്കുട്ടിയാണെങ്കിലും പറയാതെ വയ്യ. പാഞ്ചാലിയെ അപമാനിക്കുകയും ചെയ്തു. 12 കൊല്ലം അവർക്ക് വനവാസം അനുഭവിക്കേണ്ടിയും വന്നു. സനാതന ധർമ്മത്തിനെ പറ്റി നല്ല ധാരണയുണ്ടായിട്ടും ദുഃഖ സമ്മിശ്രമായ സംസാരത്തിൽ ഭ്രമിച്ചു പോയി. എന്റെ മനസ്സ് ഊഞ്ഞാല് പോലെ ആടിക്കളിക്കുകയാണ്. അങ്ങ് സർവജ്ഞനാണല്ലോ നാരദ മഹർഷി. എന്റെ മനസ്സിന്റെ ആദ്യം മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വേദവ്യാസ മഹർഷി നാരദ മഹർഷിയോട് ചോദിക്കുന്ന ആ ഭാഗത്താണ് ഇന്നത്തെ ഭാഗം സമർപ്പിച്ചത്. പിന്നെ നാരദന് ഒരു മോഹം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് നാളെ നോക്കാം. ഉണ്ടായിരുന്നു അത് എന്നറിയണ്ടേ. ഇന്നത്തെ ഭാഗം ഭഗവത്പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.